നമുക്കിന്നൊരു വെട്ടിക്കെട്ടൊരു പട്ടം ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടി പട്ടം പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല നൈസാണ് പട്ടം പേപ്പർ. എന്നിട്ട് നൂല് വെച്ച് കട്ട് ചെയ്യണം. അങ്ങനെ കോണോട് വെച്ചതിന് ശേഷമാണ് ആ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അമ്പുമില്ലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകൾ വേണം. അതിന് വേണ്ടി ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നൂല് വെച്ച് തന്നെ കട്ട് ചെയ്യണത്. ഇത് അമ്പ് ഒരേ അളവ് നോക്കിയിട്ട് 2 ഈർക്കിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് നല്ല നൂല് ചുറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലും ഫുള്ള് നൂല് ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ച് പേപ്പർ വെച്ചാണ് ഒട്ടിക്കുന്നത്. അത് ചോറ്റുപശ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അങ്ങനെ അമ്പും വില്ലും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാണ് പട്ടത്തിൽ ശൂഷം കെട്ടണമെന്ന് പറഞ്ഞ പരിപാടി. അമ്പും വില്ലും ജോയിൻ്റ് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് മറ്റേ സൈഡും കെട്ടിയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യണത്, ഇതാണ് ശൂഷം കെട്ടുന്ന പരിപാടി. ഇത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ താഴെ നീളം കൂടുതലായിരിക്കണം നൂലിന്, മുകളിൽ നീളം കുറവായിരിക്കണം. എങ്കിൽ നമ്മളിങ്ങനെ ഇത് കാറ്റിനനുസരിച്ച് മുകളിലോട്ട് പോവുള്ളൂ. നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പട്ടം മുകളിലോട്ടൊക്കെ പോവുള്ളൂ. ഈ ഒരു ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇത് വലുതായി കഴിഞ്ഞാൽ പട്ടം കുരുങ്ങും, പേപ്പറൊക്കെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കുണക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് നോർമലി പറത്താനുള്ള നൂല് കെട്ടി കൊടുക്കാം. നമ്മളെ പട്ടം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. നല്ല നീളമുള്ള വാലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നല്ല ഹൈറ്റിലാണ് പട്ടം നിൽക്കണുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല് അത്രമാത്രം നീളത്തിലുള്ളതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റണം. നല്ല 3 കെട്ട നൂലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് നമ്മൾ. ഇത് മാർക്കറ്റിൽ നിങ്ങൾക്ക് പട്ടം വാങ്ങാൻ കിട്ടും 50 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 3 രൂപ 4 രൂപ പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ. കണ്ടോ വാലിൻ്റെ നീളം കണ്ടോ, നല്ല കിട്ടില്ല നീളമുള്ള വാൽ.